അസാധാരണ നീക്കവുമായി എൻ പ്രശാന്ത് IAS ചാർജ് മെമ്മോയ്ക്ക് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി 5 ചോദ്യങ്ങളടങ്ങിയ കത്താണ് ചീഫ് സെക്രട്ടറിക്ക് അയച്ചത്. വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, കത്തിൽ പരാമർശിച്ചിട്ടുള്ള ആ 5 ചോദ്യങ്ങൾ എന്താണ്? ഹരിത, വലിയ അസാധാരണമായ ഒരു നീക്കം തന്നെയാണ് ഈ എൻ പ്രശാന്ത് IASന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി അയച്ച ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാതെയാണ് നിരവധി ചോദ്യങ്ങളുമായി ഒരു കത്ത് ചീഫ് സെക്രട്ടറിക്ക് തിരിച്ചയച്ചിരിക്കുന്നത്. എൻ പ്രശാന്ത് IAS പറയുന്നത് തനിക്കെതിരായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതായത് എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് ആദ്യമായി ചോദിക്കുന്നത്, ഈ ചാർജ് മെമ്മോ തയ്യാറാക്കുന്നത് ആരുടെ പരാതിയിൽ മേലാണ്, ആര് പരാതി നൽകിയിട്ടാണ് ഇത്തരത്തിലുള്ള മെമ്മോ തയ്യാറാക്കിയത്. രണ്ടാമത് മറ്റൊരു കാര്യം, ഈ മെമ്മോ തയ്യാറാക്കുന്നതിന് മുൻപായി തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് സംഘടിപ്പിച്ചത്, ഏത് അക്കൗണ്ട് വഴിയാണ് ഇതെടുത്തത്. സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ നിന്നാകണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ അല്ലാതെ സ്വകാര്യ വ്യക്തിയുടെ ഒരു അക്കൗണ്ടിൽ നിന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് ആണെങ്കിൽ അതെങ്ങനെ സർക്കാർ ഫയലിൽ ഉൾപ്പെടുത്താനാകും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. സർക്കാർ ഫയലിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അത് ഔദ്യോഗികമായൊരു അന്വേഷണം ഉണ്ടാകണം. അതിവിടെ നടന്നിട്ടില്ല എന്നുള്ള സംശയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ തനിക്കെതിരായി ഈ ആരോപണങ്ങളെല്ലാം ഉയരുമ്പോൾ ചാർജ് മെമ്മോ അയക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കുമ്പോൾ അത് എത്രത്തോളം വസ്തുതയുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നോ, അത് വ്യാജമാണോ എന്ന് പരിശോധിച്ചിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാം വിശദീകരണം തനിക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി ഇതിന് വിശദീകരണം നൽകിയാൽ മാത്രമാണ് ചാർജ് മെമ്മോയ്ക്ക് താൻ മറുപടി നൽകുക എന്നും വ്യക്തമാക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം മറുപടി നൽകില്ല എന്ന് സൂചന നൽകിയിട്ടുണ്ട്. ഏതായാലും ജയതിലക് IASനും അതോടൊപ്പം തന്നെ ഗോപാലകൃഷ്ണൻ IASനുമെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ തനിക്കെതിരെ വലിയ നീക്കങ്ങൾ നടന്നുവെന്നാണ് എൻ പ്രശാന്ത് IAS നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. മാധ്യമങ്ങളടക്കം അത്തരത്തിലുള്ള വാർത്തകൾ ചർച്ച ചെയ്തിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കെതിരെ താൻ പ്രതികരിച്ചത് മാത്രമാണ് ഉള്ളത് എന്നാണ് എൻ പ്രശാന്ത് IAS നേരത്തെ തന്നെ വിശദീകരിച്ചത്. അതായത് ഫേസ്ബുക്കിൽ മാടമ്പള്ളിയിലെ ചിത്തരോഗി ആരാണ് എന്ന് അടക്കം ചോദിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ, അതോടൊപ്പം തന്നെ നേരിട്ടല്ലാതെയുള്ള വിമർശനങ്ങൾ, അങ്ങനെ ഫേസ്ബുക്കിലൂടെ പല വിമർശനങ്ങളുണ്ടായിരുന്നു. ഇനിയും തുടരുമെന്ന് ചൂണ്ടിക്കാട്ടി താക്കീതുകൾ നൽകിയിരുന്നു. ഇതിനെല്ലാം ഉപരി തനിക്കെതിരെ ചാർജ് മെമ്മോ തയ്യാറാക്കുമ്പോൾ തന്നെ ചോദ്യം ചെയ്യാൻ, അതിനൊരു വിശദീകരണം ആവശ്യപ്പെട്ട് തന്റെ ഭാഗത്ത് നിന്നുള്ളൊരു വാദം കേൾക്കണമായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കത്ത് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടുക എന്നുള്ളത് വളരെ അസാധാരണമായ ഒരു നീക്കം തന്നെയാണ്, ആദ്യമായുള്ള ഒരു സംഭവം തന്നെയാണ്. ഏതായാലും ചീഫ് സെക്രട്ടറി മറുപടി നൽകാതെ താൻ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകില്ല എന്ന് തന്നെയാണ് എൻ പ്രശാന്ത് IAS വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കടുത്ത തീരുമാനവുമായി തന്നെയാണ് എൻ പ്രശാന്ത് മുന്നോട്ട് പോകുന്നത്. ഹരിത. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.